ഗർഭാവസ്ഥയിൽ തന്നെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്കെല്ലാം ഉണ്ടാവും. എന്നാൽ പലപ്പോഴും ഇത്തരം ആഗ്രഹങ്ങൾക്ക് പല വിധത്തിൽ കടിഞ്ഞാണിടണം. ചിലർക്ക് ആൺകുഞ്ഞിനെയാവും ആഗ്രഹം, എന്നാൽ ചിലർക്കാകട്ടെ പെൺകുഞ്ഞിനെയാവും ആഗ്രഹം. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഒരുപോലെ ആയിരിക്കണം സ്നേഹിക്കേണ്ടത്. എന്നാൽ ഗർഭാവസ്ഥയിൽ തന്നെയുള്ള ചില ലക്ഷണങ്ങൾ നോക്കി നമുക്ക് വയറ്റിലുള്ളത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് മനസ്സിലാക്കാം. അത് പലപ്പോഴും തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്ത വിധത്തിൽ നമുക്ക് ഈ മാർഗത്തിലൂടെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്നെ ചിലർ കണക്ക് കൂട്ടി തുടങ്ങും. ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ എന്ന്. ചിലർ ആൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കും, ചിലർക്കാകട്ടെ പെൺകുട്ടിയെ ആയിരിക്കും ഇഷ്ടം. ഗർഭകാലത്ത് തന്നെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാം. ഗർഭകാലത്തെ ചില ലക്ഷണങ്ങൾ നോക്കിയാണ് ഇത് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവ പൂർണ്ണമായും ശരിയാകണമെന്നുമില്ല. പണ്ട് മുതലേ ഇത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ നോക്കിയാണ് ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞിരുന്നത്. അതിനായിട്ട് ഭക്ഷണത്തിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭക്ഷണത്തിലൂടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് പല വിധത്തിൽ ആരോഗ്യത്തിന് സഹായിക്കുന്ന മാർഗം കൂടിയാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞ് ഗർഭത്തിലുള്ളത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആൺകുഞ്ഞാണെങ്കിൽ ഗർഭിണിക്ക് താല്പര്യം തോന്നുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ നോക്കി കുഞ്ഞിൻ്റെ ലിംഗം നിർണ്ണയിക്കാം. എന്നാൽ ഇതൊക്കെ പലരുടെയും വിശ്വാസം മാത്രമാണ്. ശാസ്ത്രീയമായി യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇതിന് പിന്നിലില്ല എന്നതാണ് മറ്റൊരു കാര്യം. പുളിയുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വയറ്റിലുള്ളത് ആൺകുഞ്ഞാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഗർഭകാലത്ത് ആവശ്യമെങ്കിൽ ഗർഭത്തിലുള്ളത് ആൺകുഞ്ഞാണ് എന്നാണ് വിശ്വാസം. അതുപോലെ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണത്തോട് താല്പര്യമെങ്കിൽ ആൺകുഞ്ഞാകാൻ സാധ്യതയുണ്ട്. ഗർഭത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഇത്തരത്തിൽ ഗർഭിണികളിൽ ഉപ്പിനോടുള്ള താല്പര്യം കൂടുതലാണെങ്കിൽ ശ്രദ്ധിക്കണം. എന്നാൽ ഇത്തരത്തിൽ ഉപ്പ് കൂടുതൽ കഴിച്ചാൽ അത് ആരോഗ്യത്തിന് ദോഷകരമാണ് എന്ന കാര്യവും മറക്കരുത്. പെൺകുഞ്ഞാണെങ്കിൽ പലരും എരിവ് വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭത്തിലേത് ആൺകുഞ്ഞാണെങ്കിൽ എരിവുള്ള ഭക്ഷണത്തോടും താല്പര്യമേറുന്നത് സ്വാഭാവികമാണ്. നാരങ്ങ വെള്ളം കുടിക്കാൻ താല്പര്യം കൂടുതലാണെങ്കിൽ അതിന്റെ ലക്ഷണം ഗർഭത്തിലുള്ളത് ആൺകുഞ്ഞാണ് എന്നതാണ്. ചെറുനാരങ്ങ നീരിനോട് താല്പര്യം കൂടുന്നത് വയറ്റിൽ കിടക്കുന്നത് ആൺകുഞ്ഞ് ആയിട്ടാണെന്നാണ് പഴമക്കാരുടെ കണക്കുകൂട്ടൽ. ആൺകുഞ്ഞാണെങ്കിൽ ഗർഭിണികൾക്ക് അച്ചാറുകൾ പ്രിയമാകാൻ സാധ്യതയേറെയാണ്. ഗർഭകാലത്ത് അച്ചാർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അധികം വിനാഗിരിയിട്ട അച്ചാർ കഴിക്കരുത്. ഇത് കുഞ്ഞിന് ദോഷമുണ്ടാക്കുന്നു. സിട്രസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ള ആളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളുടെ ഗർഭത്തിലുള്ളത് ആൺകുട്ടിയാണ് എന്നാണ് പറയുന്നത്. ആൺകുഞ്ഞാണെങ്കിൽ സിട്രസ് ഫലവർഗ്ഗങ്ങളോട് ഗർഭിണിക്ക് താല്പര്യമേറുമെന്നത് സ്വാഭാവികമാണ്. ഇറച്ചി വിഭവങ്ങളോട് ഗർഭകാലത്ത് താല്പര്യമേറുന്നുവെങ്കിൽ ഗർഭത്തിലുള്ളത് ആൺകുഞ്ഞാകാൻ സാധ്യതയേറുന്ന മറ്റൊന്നാണ്. എന്നാൽ അധികമായി റെഡ് മീറ്റ് കഴിക്കുന്നത് ശ്രദ്ധിക്കണം. ഇത് പലതരത്തിലുള്ള ദോഷങ്ങളും ശരീരത്തിൽ കൊഴുപ്പ് വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു. ചൂടുള്ള ഭക്ഷണങ്ങൾ പലപ്പോഴും കുഞ്ഞിന്റെ ലിംഗനിർണ്ണയത്തിന് സഹായിക്കുന്ന ഒന്നാണ്. ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഗർഭിണികൾക്ക് ആൺകുഞ്ഞാവാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. ചില പ്രത്യേക തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനുള്ള ആഗ്രഹം പലപ്പോഴും ഗർഭിണികളിൽ കൂടുതലാണ്. എന്നാൽ ഇതൊന്നും നോക്കാതെ കണ്ട ഭക്ഷണങ്ങളെല്ലാം വാരി വലിച്ചു കഴിക്കുന്ന ശീലമാണെങ്കിൽ അത് പലപ്പോഴും ആൺകുഞ്ഞാവാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തിൽ ഇരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.